ചാണ്ടിയുമൻ MLA കൂടി ചേരുന്നു. ശ്രീ ചാണ്ടിയുമൻ, വളരെ സജീവമായി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താങ്കൾ ഇടപെട്ടാണ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ പോയതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇപ്പോൾ സജി ചെറിയാൻ തന്നെ പറയുകയാണ്, സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ ഞാൻ മരിക്കാറായി, ഞാൻ അതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോയി. സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിന് എന്താ തെറ്റ് എന്ന്. ഒരു തെറ്റൊന്നും ആരും പറയുന്നില്ല. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഇതാണോ കിട്ടേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണോ മന്ത്രി ഇങ്ങനെ പറയുന്നത്? അല്ല, എനിക്കും അക്കാര്യത്തിലാണ് പറയാനുള്ളത്. ഇവിടെ ആർക്ക് വേണേ എവിടെ പോവാം, അത് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷെ ഇവിടെ മന്ത്രി തന്നെ ഇപ്പം മരണം ഏത് സ്ഥലത്ത് വേണേ നടക്കാം, നമുക്ക് പ്രൈവറ്റിലോ ഗവൺമെന്റിലോ എവിടെ വേണേ നടക്കാം. പക്ഷെ അതല്ല ചോദ്യം. വേൾഡ് ക്ലാസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ഇവിടെ ഗവൺമെന്റ് പറയുന്നു കേരളത്തിലെ ഗവൺമെന്റ് സംവിധാനങ്ങൾ, ഗവൺമെന്റ് ഹെൽത്ത് ഫെസിലിറ്റി വേൾഡ് ക്ലാസ് ആണെന്ന് പറയുന്നു. പക്ഷെ അതേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറയുന്നു എനിക്ക് ടെക്നോളജി ഈ പ്രൈവറ്റ് ആശുപത്രിയിലാണ് ബെറ്റർ, അതുകൊണ്ട് എനിക്ക് മരണത്തിൽ നിന്ന് വിമുക്തി കിട്ടിയത് പ്രൈവറ്റ് ആശുപത്രി പോയപ്പോഴെന്നാണ് അവിടെ ഒരു മന്ത്രി തന്നെ പറയുന്ന സാഹചര്യമാണ്. അപ്പം നമ്മുടെ ചോദ്യം, വേൾഡ് ക്ലാസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് വേൾഡ് ക്ലാസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖലയെ കുറിച്ചാണോ അതോ ഗവൺമെന്റ് മേഖലയെ കുറിച്ചാണോ? ഗവൺമെന്റ് മേഖലയിൽ ലോകോത്തരമാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ലോകോത്തരമാണോ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലും, അവിടെ ഇടിഞ്ഞു വീണ കെട്ടിടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരാൾ മരിക്കുന്നു. നമ്മൾ ഗവൺമെന്റ് മെൻസ് ഹോസ്റ്റലിലോട്ട് ചെല്ലും മെഡിക്കൽ കോളേജില്, അവിടെ ഇടിഞ്ഞു വീഴാതായിരിക്കുന്ന എപ്പോ വേണമെങ്കിൽ നിലമ്പത്താവുന്ന കെട്ടിടം നിൽക്കുന്നു. അത് നമ്മള് ഇപ്പൊ ഞാനിന്ന് പോയ തൊടുപുഴ ജില്ലാ ജനറൽ ആശുപത്രിയിലോട്ട് ചെല്ലും, അവിടെ നോക്കുമ്പോൾ അവിടെയും എപ്പോ വേണേ ഇടിഞ്ഞു വീഴാം എന്ന രീതിയിൽ നിൽക്കുന്ന കെട്ടിടം കാണുന്നു. മാതൃഭൂമി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അവിടുന്ന് നമ്മൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് നിൽക്കുന്ന ചെറുതോണിയിൽ ചെന്നാൽ അവിടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഇതുവരെ ഫയർ ആൻഡ് സേഫ്റ്റി ക്ലിയറൻസ് കിട്ടാതെ കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണോ നമ്മൾ പറയുന്ന വേൾഡ് ക്ലാസ് ഫെസിലിറ്റി? സജി ചെറിയാൻ പറഞ്ഞ അദ്ദേഹത്തിന് 14 ദിവസം കിടന്നു മരിക്കാറായി എന്ന് പറയുമ്പോൾ എന്നിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം ചികിത്സ നേടിയ സർക്കാർ ആശുപത്രിയിൽ എന്തിൻ്റെ കുറവാണ് അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കിട്ടാതിരിക്കാൻ കാരണം? അവിടെ ഡോക്ടർമാരുടെ അഭാവമാണോ അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളുടെ കുറവാണോ? അപ്പോൾ അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ അവിടുത്തെ അനുഭവസ്ഥൻ എന്ന നിലയിൽ ഒരു മന്ത്രിക്ക് വേണമെങ്കിൽ നടത്താമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജില്ലയിലോ അദ്ദേഹത്തിന്റെ വകുപ്പിലോ മാത്രം കാര്യങ്ങളെ ഇടപെടാമെന്നൊന്നുമില്ല. ഒരു സജഷൻ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കാമല്ലോ. അങ്ങനെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ കൂടി ഇടപെടൽ വേണ്ടേ? തീർച്ചയായിട്ടും ഇടപെടൽ എല്ലാ ഭാഗത്തു നിന്നും വേണം. ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം. ഇതിന്റെ ഡോക്ടർമാരുടെ അഭാവം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ ഏറ്റവും ഗുരുതരമായി ഞാൻ പത്രത്തിൽ വായിച്ചൊരു കാര്യം, ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ് വീണ്ടും ഉപയോഗിക്കുന്നു. ഒരു വ്യക്തിക്ക് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ് മറ്റൊരു വ്യക്തിക്ക് ഉപയോഗിക്കുന്നു. നമുക്കറിയില്ല മിനിസ്റ്റർ അന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഉപയോഗിച്ച മറ്റൊരാൾക്ക് ഉപയോഗിച്ചാലും അണുബാധ എന്തായാലും വരും. ആൾക്ക് പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് രക്ഷപ്പെടാൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇപ്പൊ സമയത്ത് ഒരു ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, ഓപ്പറേഷന്റെ തലേദിവസം പറയാ ഇനി ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ നമുക്കുണ്ടായ അനുഭവമാണ്. 1.5 മാസമായിട്ട് ലക്ഷദ്വീപ് എന്ന് വന്ന കുടുംബത്തോട് പറയാൻ നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളാൻ പറയുന്നു. അങ്ങനെയുള്ള സാഹചര്യമാണോ വേൾഡ് ക്ലാസ് എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ പറയുന്നത് പ്രൈവറ്റ് മേഖലയിൽ വേൾഡ് ക്ലാസ് ആയി, ഗവൺമെന്റ് മേഖലയിൽ വേൾഡ് ക്ലാസ് ആയിട്ടില്ല എന്നുള്ള ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ അനുഭവസ്ഥൻ പോലും അതിനകത്തൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ലാഘവത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങളുടെ സാധാരണക്കാരൻ, പാവപ്പെട്ടവൻ, ആരുമില്ലാത്തവരെ ആശ്രയിക്കുന്ന. ഇപ്പൊ ജർമ്മനി എടുത്തു നോക്കണം. ജർമ്മനിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആ ഗവൺമെന്റ് മേഖലയിലാണ്. പക്ഷെ ഏറ്റവും മികച്ച ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് പലർക്കും. അപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന പേര് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ബിന്ദുവിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ 3,40,000 രൂപ ചെലവാണ് ബിന്ദുവിന്റെ കുടുംബത്തിൽ. 300 രൂപ മേടിക്കുന്ന ഒരു കുടുംബത്തിന്റെ ചെലവ് 3,40,000. പിന്നെ ആരെടുത്താണ് വേൾഡ് ക്ലാസ് ഫെസിലിറ്റി ഉണ്ടെന്നും അത് ഫ്രീ ആയിട്ട് കൊടുക്കുവാണെന്നും പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? മെഡിസിൻസ് പുറത്തുപോയി മേടിക്കണം എന്നുള്ള സാഹചര്യം പോലും നിലനിൽക്കുകയാണ്. അതാണ് അവസ്ഥ. വളരെ നന്ദി ശ്രീ ചാണ്ടിയുമൻ. സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്വകാര്യ സംവിധാനമാണോ വേൾഡ് ക്ലാസ് അതോ സർക്കാർ സംവിധാനമാണോ വേൾഡ് ക്ലാസ് എന്ന ചോദ്യമാണ് ചാണ്ടിയുമൻ ഉന്നയിക്കുന്നത്.